തീർച്ചയായും ബിനോയ് വിശ്വം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കൂടെ കൂടെ ഇങ്ങനെ ചില രസിക്കാത്ത സത്യങ്ങൾ അദ്ദേഹം പറയും. അദ്ദേഹമാണല്ലോ ഒരു രസിക്കാത്ത സത്യം പറഞ്ഞത്, PM ശ്രീയിൽ ഒപ്പിട്ടത് ശരിയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് 100% ശരിയാണ്. കാരണം പിന്നീട് പാർലമെന്റിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു അതിനൊരു പാലമായി പ്രവർത്തിച്ചത്, BJPക്കും RSSനും കേരള ഗവൺമെന്റിനിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചത്, ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്ന് വെളിപ്പെടുത്തി. അപ്പോൾ അന്നും അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു. രണ്ടാമത്തെ സത്യമാണ് ഈ ശബരിമലയെക്കുറിച്ച് ബിനോയ് വിശ്വം പറഞ്ഞത്. നമുക്കറിയാമല്ലോ, സുപ്രീം കോടതി വിധിയുടെ മറവിൽ അവിടെ യുവതികളെ കയറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ പരാജയത്തിൻ്റെ ജാള്യതയിൽ നിന്നുകൊണ്ടാണ് അവർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനമെടുത്തത്. 9.5 കൊല്ലം ഭരിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിളിപ്പാട് അകലെ നിൽക്കുമ്പോഴാണ് അവർക്ക് ബോധോദയമുണ്ടായത് ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്ന്, ശബരിമലയുടെ വികാസത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. എന്തേ ഈ 9.5 വർഷക്കാലമായി അവർ ശ്രമിച്ചില്ല? അതും അവർക്ക് തിരിച്ചടിയായി. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അവർ ഒരു നയാ പൈസ പോലും അയ്യപ്പൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് 9.5 കോടി രൂപയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ശബരിമലയുടെ ഫണ്ടിൽ നിന്ന് എടുത്തതെന്ന് പിന്നീട് അവർ വെളിച്ചത്ത് കൊണ്ടുവന്നു. നമുക്കറിയാം, ഇപ്പോൾ 50 കോടി രൂപയുടെയാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണങ്ങൾ കവർന്നെടുത്തത്. അതുമാത്രമല്ല, വാതിൽപ്പടികൾ, അതുപോലെ കട്ടളപ്പടി, ഇവിടുത്തെ എല്ലാം സ്വർണം. അത് സ്വർണം പൂശിയതല്ല, സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് ദ്വാരപാലക ശില്പങ്ങൾ, വാതിൽപ്പടികൾ, കട്ടളപ്പടികൾ. അവിടെ ഈ സകല കാര്യങ്ങളും കണ്ടുപിടിച്ചത് ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ്ങാണ്. SITയെ നിയോഗിച്ചത് ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ്ങാണ്. ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തത് ഹൈക്കോടതിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ ശബരിമലയിൽ 2019 നടന്ന ഈ തീവട്ട് കൊള്ള കണ്ടുപിടിക്കാനോ ഒരു അന്വേഷണം നടത്താനോ കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാനോ കേരള ഗവൺമെൻറ് ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചെയ്തത് ഹൈക്കോടതിയാണ്. ഇപ്പോൾ നമുക്കറിയാം, 6ഓളം ആളുകൾ അകത്ത് കിടക്കുകയാണ്. എത്രയോ പ്രാവശ്യം മുൻകൂർ ജാമ്യം കൊടുത്തു. ആ മുൻകൂർ ജാമ്യമെല്ലാം കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ അസന്നിഗ്ധമായി അക്യൂസ്ഡ് കുറ്റവാളികളാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ ഓരോ വിലയിരുത്തലും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം, 2 പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ, ഒരാൾ വാസു 2 പ്രാവശ്യം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ ലാൻഡ് ട്രൈബ്യൂണൽ ജഡ്ജിയാക്കി മാറ്റി ശ്രീ പിണറായി വിജയൻ. അതിനുശേഷം ശ്രീ PK ഗുരുദാസൻ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി മാറ്റി. അത് കഴിഞ്ഞ് ദേവസ്വം കമ്മീഷനാക്കി മാറ്റി. ഇതെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഔദാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മാത്രമല്ല, ഒരു കമ്മീഷന്റെ കാലാവധി 3 കൊല്ലമാണ്. ശ്രീ വാസുവിന് അത് 6 കൊല്ലമായി 2 ടേമായി നീട്ടിക്കൊടുത്തു. അതിനുശേഷം വാസുവിനെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി. അതിനുശേഷം വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ഇന്ന് വാസു മുൻകൂർ ജാമ്യം കിട്ടാതെ ജയിലിലാണ്. പാർട്ടിയുടെ ഉന്നതനായ നേതാവാണ് ശ്രീ വാസു. രണ്ടാമത്തത് DYFI നേതാവ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. അതുകൂടാതെ അദ്ദേഹം നമ്മുടെ കോന്നി MLA ആയിരുന്നു. 2 പ്രാവശ്യം അദ്ദേഹം ആറന്മുളയിൽ മത്സരിച്ച് തോറ്റ ആളാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി കൊടുക്കാത്തതിന് പാർട്ടിയിൽ വിതർക്കമുണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ 2 ഉന്നതന്മാരായ നേതാക്കന്മാരകത്ത് കടന്നിട്ട് അവരെ പാർട്ടി നടപടിയെടുക്കാനോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ തുനിഞ്ഞില്ലെന്ന് മാത്രമല്ല, പാർട്ടി അവരെ പരിപൂർണമായി സംരക്ഷിച്ചു. പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ എന്താ പറഞ്ഞത്? അവരകത്ത് കിടക്കുകയാണ്, പിന്നെന്തിനാ പുറത്താക്കുന്നത്? അപ്പോൾ പരിഹാസ്യമായ ചോദ്യമാണ് കേരളത്തിലെ പൊതുജന സമൂഹത്തോട് ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നു, കേൾക്കുന്നു, അവരെല്ലാം അറിയുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് തിരിച്ചടിയായി എന്ന് പറഞ്ഞാൽ 100% ബിനോയ് വിശ്വത്തിൻ്റെ ആ അഭിപ്രായം ശരിയാണ്. അതിൽ യാതൊരു 2 പക്ഷവുമില്ല.
മറ്റൊരു എം പി ഇന്നിപ്പോ പി സന്തോഷ് കുമാർ പറഞ്ഞത് ഈ വാസുവിനും പത്മകുമാറിനെയും ഇടത് നേതാക്കളായി കാണുന്നില്ല എന്നാണ്. അപ്പൊ പിന്നെ സന്തോഷ് കുമാറിനോട് ചോദിക്കണം, പിണറായി വിജയനെയും ഗോവിന്ദനെയും ഇടതുപക്ഷ നേതാക്കളായി കാണുന്നുവെന്ന്. നമുക്കറിയാമല്ലോ, PM-ശ്രീയിൽ ഒപ്പിട്ടപ്പോ എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്? ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല, ഇവിടെ മുതലാളിത്തമുണ്ട്, ബഹുരാഷ്ട്രക്കുട്ടയുണ്ട്, ഫ്യൂഡലിസമുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരിക്കലും വരാൻ പറ്റില്ല, ഇടതുപക്ഷ ഗവൺമെന്റ് വരാൻ പറ്റില്ല. ഇതൊക്കെ ജനങ്ങളെ പരമപുച്ഛത്തോടുകൂടി കാണുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഗോവിന്ദ മാസ്റ്റർ നടത്തിയത്. ഇപ്പൊ സന്തോഷ് പറഞ്ഞത് അതിൽ നിന്ന് വിഭിന്നമല്ല, വ്യത്യസ്തമല്ല. അപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, ഈ പറഞ്ഞ സന്തോഷ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, എങ്ങനെയാണ് പത്മകുമാറും അതുപോലെ തന്നെ ശ്രീ വാസുവും കമ്മ്യൂണിസ്റ്റ് അല്ലാതാകുന്നത്? അത് അദ്ദേഹം ഒന്ന് വിശദീകരിക്കട്ടെ.